ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുമ്പോൾ ജലത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ ബി, ജലത്തിൻ്റെ വ്യാപ്തം കൂടുന്നു. അപ്പോൾ നമുക്കറിയാം ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തമുള്ള താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ജലത്തെ തണുപ്പിച്ചാലും ജലത്തെ ചൂടാക്കിയാലും അതിൻ്റെ വ്യാപ്തം കൂടുകയാണ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത്? ഓപ്ഷൻ ബി, വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ് മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ ഡി, സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചതാര്? ഓപ്ഷൻ എ, വില്യം ഐന്തോവനാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഐന്തോവൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി, 120/80 mm ഹൈഡ്രാജറമാണ് മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദമാണ്. 120/80 mm Hg. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹമേത്? ഓപ്ഷൻ സി, സിങ്ക് ആണ്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹമാണ് സിങ്ക്. കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് സിങ്ക്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ, ഓട്ടോഫാഗി എന്നതാണ്. ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമേത്? ഓപ്ഷൻ സി, നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ഏത്? ഓപ്ഷൻ ബി, ശനിയാണ്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി. ഒന്നാമത്തേത് വ്യാഴം. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹാലിയുടെ ധൂമകേതു എത്ര വർഷം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, 76 വർഷം കൊണ്ടാണ് ഹാലിയുടെ ധൂമകേതു സൂര്യനെ പ്രദക്ഷിണം ചെയ്യാനെടുക്കുന്ന സമയമാണ് 76 വർഷം. അഥവാ 76 വർഷത്തിലൊരിക്കലാണ് ഹാലിയുടെ ധൂമകേതു ഭൂമിയിൽ ദൃശ്യമാകുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? ഓപ്ഷൻ സി, ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്തിൻ്റെ അയിരാണ് ക്രയോലൈറ്റ്? ഓപ്ഷൻ എ, അലൂമിനിയത്തിൻ്റെ അയിരാണ് ക്രയോലൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിര്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്ലാക്ക് ഫുട്ട് രോഗം ഏതു മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, ആഴ്സനിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്ലാക്ക് ഫുട്ട് രോഗം ആഴ്സനിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകം ഏത്? ഓപ്ഷൻ എ, ഡയോക്സിൻ ആണ്. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകമാണ് ഡയോക്സിൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓർണിത്തൈൻ പരിവൃത്തി എന്ന പ്രക്രിയ നടക്കുന്ന ശരീരഭാഗം ഏത്? ഓപ്ഷൻ ബി, കരളിലാണ്. ഓർണിത്തൈൻ പരിവൃത്തി എന്ന പ്രക്രിയ നടക്കുന്ന ശരീരഭാഗമാണ് കരൾ. കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഓർണിത്തൈൻ പരിവൃത്തി എന്ന് അറിയപ്പെടുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിന് കാരണമെന്ത്? ഓപ്ഷൻ സി,
ലീനതാപമാണ് വെള്ളത്തിൻ്റെ ലീനതാപം കൊണ്ടാണ് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിന് കാരണം വെള്ളത്തിൻ്റെ ലീനതാപം. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് ആയുന്നതിന് കാരണമെന്ത്? ഓപ്ഷൻ ബി ചലന ജഡത്വമാണ്. ആൾക്കാരുടെ ചലന ജഡത്വമാണ് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് ആയുന്നതിന് കാരണം ചലന ജഡത്വം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ ഡി ടൈറ്റാനിയമാണ്. ചന്ദ്രനിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 20ാം നൂറ്റാണ്ടിൻ്റെ വാൽനക്ഷത്രം എന്ന് വിളിക്കപ്പെടുന്നത് ഏത് വാൽനക്ഷത്രത്തെയാണ്? ഓപ്ഷൻ സി ഹേൽ-ബോപ്പ് വാൽനക്ഷത്രത്തെയാണ് 20ാം നൂറ്റാണ്ടിൻ്റെ വാൽനക്ഷത്രം എന്ന് വിളിക്കുന്നത്. ഹേൽ-ബോപ്പ് വാൽനക്ഷത്രത്തെ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ MK വൈനു ബാബുവിനെയാണ് ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. MK വൈനു ബാബു. 21ാമത്തെ ക്വസ്റ്റ്യൻ. CV രാമൻ രാമൻ എഫക്റ്റ് കണ്ടെത്തിയ വർഷമേത്? ഓപ്ഷൻ സി 1928 CV രാമൻ രാമൻ പ്രഭാവം കണ്ടെത്തിയ വർഷമാണ് 1928. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ഹോളോഗ്രഫി എന്നതാണ് വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യ ഹോളോഗ്രഫി എന്ന് അറിയപ്പെടുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഓപ്ഷൻ ഡി ഡിഫ്രാക്ഷനാണ്. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണ്ണം ഏത്? ഓപ്ഷൻ എ ചുവപ്പാണ്. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന വർണ്ണമാണ് ചുവപ്പ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ സി ദേശീയ ജലപാത 3 കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഫിലോളജി? ഓപ്ഷൻ ബി ഭാഷകളെക്കുറിച്ചുള്ള പഠനമാണ് ഫിലോളജി. ഭാഷകളെക്കുറിച്ചുള്ള പഠനമാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ സോറിയാസിസ് എന്നതാണ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ജാതിയിൽ എനിക്ക് മീതെയും എനിക്ക് താഴെയും ആരുമില്ല, കൊട്ടാരത്തിൽ പോലും ഇങ്ങനെ പ്രഖ്യാപിച്ചതാര്? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പനാണ്. ജാതിയിൽ എനിക്ക് മീതെയും കീഴെയും ആരുമില്ല, കൊട്ടാരത്തിൽ പോലും ഇങ്ങനെ പ്രഖ്യാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഓപ്ഷൻ എ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. നവംബർ 11. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ? ഓപ്ഷൻ സി ക്ഷയരോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏകതാ പ്രതിമയുടെ നിർമ്മാണ മേൽനോട്ടം വഹിച്ച കമ്പനി ഏത്? ഓപ്ഷൻ ബി ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ് കമ്പനിയാണ്. ഏകതാ പ്രതിമയുടെ നിർമ്മാണ മേൽനോട്ടം വഹിച്ച കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ് കമ്പനി. 32ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി MT വാസുദേവൻ നായരാണ്
കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. 33ാമത്തെ ക്വസ്റ്റ്യൻ. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ഓപ്ഷൻ എ ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. 34ാമത്തെ ക്വസ്റ്റ്യൻ. ശരീരത്തിൻ്റെ തുലന നിലയുമായി ബന്ധപ്പെട്ട നാഡി ഏത്? ഓപ്ഷൻ ഡി വെസ്റ്റിബ്യൂളാർ നാഡിയാണ്. ശരീരത്തിൻ്റെ തുലന നിലയുമായി ബന്ധപ്പെട്ട നാഡിയാണ് വെസ്റ്റിബ്യൂളാർ നാഡി. 35ാമത്തെ ക്വസ്റ്റ്യൻ. അച്ചിപ്പുടവ സമരം, മൂക്കുത്തി സമരം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ സി ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. അച്ചിപ്പുടവ സമരം, മൂക്കുത്തി സമരം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബ്രൗസർ ഏത്? ഓപ്ഷൻ എ എപ്പിക് ബ്രൗസറാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബ്രൗസറാണ് എപ്പിക് ബ്രൗസർ. 37ാമത്തെ ക്വസ്റ്റ്യൻ. മലയൻ ഡ്വാർഫ്, കൊച്ചിൻ ചൈന എന്നിവ ഏതിൻ്റെ വിത്തിനമാണ്? ഓപ്ഷൻ എ തെങ്ങിൻ്റെ വിത്തിനമാണ്. മലയൻ ഡ്വാർഫ്, കൊച്ചിൻ ചൈന എന്നിവ തെങ്ങിൻ്റെ വിത്തിനമാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ എത്ര മാസമാണ് ഭരിച്ചത്? ഓപ്ഷൻ സി 28 മാസമാണ്. കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ ഭരിച്ചത് 28 മാസം. 39ാമത്തെ ക്വസ്റ്റ്യൻ. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ സി എലിപ്പനിയാണ്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയ പട്ടാള മേധാവി ആരായിരുന്നു? ഓപ്ഷൻ ഡി റെജിനാൾഡ് ഡയർ ആയിരുന്നു. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയ പട്ടാള മേധാവിയായിരുന്നു റെജിനാൾഡ് ഡയർ. 41ാമത്തെ ക്വസ്റ്റ്യൻ. പ്രിസണർ 5990 ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. പ്രിസണർ 5990 ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി പർവ്വതാരോഹണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ ഒരു പർവ്വതാരോഹകനാണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. KPR ഗോപാലിൻ്റെ നേതൃത്വത്തിൽ 1940 മലബാറിലെ കൊളോണിയൽ ചൂഷണത്തിനെതിരെ നടന്ന സമരമേത്? ഓപ്ഷൻ ബി മൊറാഴ സമരമാണ്. KPR ഗോപാലിൻ്റെ നേതൃത്വത്തിൽ 1940 മലബാറിലെ കൊളോണിയൽ ചൂഷണത്തിനെതിരെ നടന്ന സമരമാണ് മൊറാഴ സമരം. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ സി എൻ്റെ കൂട് എന്നതാണ്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എൻ്റെ കൂട് പദ്ധതി. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ കര അതിർത്തി ഏകദേശം എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ എ 15106 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കര അതിർത്തി. ഏകദേശം 15106 കിലോമീറ്റർ. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ എ ഭാഗീരഥി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ടെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിൽ. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1938 സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന ഹരിപുര ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഗുജറാത്തിലാണ്. 1938 സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന ഹരിപുര ഇപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്താണ്.
48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? ഓപ്ഷൻ എ ഷാനോ ദേവിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാ സ്പീക്കറാണ് ഷാനോ ദേവി. 49ാമത്തെ ക്വസ്റ്റ്യൻ. ലോക സുന്ദരി മത്സരത്തിന് വേദിയായ ഏക ഇന്ത്യൻ നഗരമേത്? ഓപ്ഷൻ ഡി ബംഗളൂരു ആണ്. ലോക സുന്ദരി മത്സരത്തിന് വേദിയായ ഏക ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ സി അപവർത്തനമാണ്. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. 51ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ സ്വർണം നേടിയ വർഷമേത്? ഓപ്ഷൻ ഡി 1928 ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ വർഷമാണ് 1928. 52ാമത്തെ ക്വസ്റ്റ്യൻ. മാപ്പിള കവികളുടെ കുലഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ മോയിൻകുട്ടി വൈദ്യരാണ്. മാപ്പിള കവികളുടെ കുലഗുരു എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യർ. 53ാമത്തെ ക്വസ്റ്റ്യൻ. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാരാണ്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. 54ാമത്തെ ക്വസ്റ്റ്യൻ. 1928 നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ ഡി പയ്യന്നൂരിലാണ്. 1928 നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് പയ്യന്നൂരിൽ. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഏത് സംസ്ഥാനത്തിൻ്റേതാണ്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റേതാണ്. മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റേത്. 56ാമത്തെ ക്വസ്റ്റ്യൻ. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോറാണ്. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ. 57ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ നികുതിദായകർ ഉള്ള പട്ടണമേത്? ഓപ്ഷൻ എ കൊൽക്കത്തയാണ്. ഏറ്റവും കൂടുതൽ നികുതിദായകർ ഉള്ള പട്ടണമാണ് കൊൽക്കത്ത. 58ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ദാദാ സാഹിബ് ഫാൽക്കെയാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ. 59ാമത്തെ ക്വസ്റ്റ്യൻ. തുവയൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികളാണ്. തുവയൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ച കേരള നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത്? ഓപ്ഷൻ ഡി ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. 61ാമത്തെ ക്വസ്റ്റ്യൻ. പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും കുറഞ്ഞ അളവിൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ഏത്? ഓപ്ഷൻ എ പീറ്റ് കൽക്കരിയാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരിയാണ് പീറ്റ് കൽക്കരി. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യനഖം രാസപരമായി എന്താണ്? ഓപ്ഷൻ ബി പ്രോട്ടീനാണ്. മനുഷ്യനഖം രാസപരമായിട്ട് പ്രോട്ടീനാണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൊസാർട്ട് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംഗീത സംവിധായകൻ ആര്? ഓപ്ഷൻ ബി
AR റഹ്മാനാണ് മൊസാർട്ട് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംഗീത സംവിധായകനാണ് AR റഹ്മാൻ. 65-ാമത്തെ ക്വസ്റ്റ്യൻ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഹരിയാനയാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം. താഴെ പറയുന്നവയിൽ ഹരിയാന. 66-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ സി തലശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് തലശ്ശേരി. 67-ാമത്തെ ക്വസ്റ്റ്യൻ. സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖയുടെ പേരെന്ത്? ഓപ്ഷൻ ബി ഐസോബാത്ത് എന്നതാണ് സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖയുടെ പേരാണ് ഐസോബാത്ത്. 68-ാമത്തെ ക്വസ്റ്റ്യൻ. അന്തരീക്ഷമർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞനാര്? ഓപ്ഷൻ സി ടോറിസെല്ലിയാണ് അന്തരീക്ഷമർദ്ദം ആദ്യമായിട്ട് അളന്ന ശാസ്ത്രജ്ഞൻ ടോറിസെല്ലി. 69-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സീക്രട്ട് ഓഫ് വേദാസ് എന്ന കൃതി രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ ബി അരബിന്ദോ ഘോഷാണ് സീക്രട്ട് ഓഫ് വേദാസ് എന്ന കൃതി രചിച്ചത് അരബിന്ദോ ഘോഷ്. 70-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ഓപ്ഷൻ എ ലിട്ടൺ പ്രഭുവാണ് 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. 71-ാമത്തെ ക്വസ്റ്റ്യൻ. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരാണ് കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. 72-ാമത്തെ ക്വസ്റ്റ്യൻ. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ അലി മുസ്ലിയാറാണ് മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയാർ. 73-ാമത്തെ ക്വസ്റ്റ്യൻ. കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി ബാലഗംഗാധര തിലകനാണ് കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകൻ. 74-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. 75-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ഏത്? ഓപ്ഷൻ സി ചിൽക്ക തടാകമാണ് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകമാണ് ചിൽക്ക തടാകം. 76-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓപ്ഷൻ ബി ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ 3 നാട്ടുരാജ്യങ്ങളായിരുന്നു സ്വാതന്ത്ര്യാനന്തരവും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവ. 77-ാമത്തെ ക്വസ്റ്റ്യൻ. കുറിച്യ കലാപം നടന്ന വർഷമേത്? ഓപ്ഷൻ ഡി 1812 കുറിച്യ കലാപം നടന്ന വർഷമാണ് 1812. 78-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ ഡി 1.18% കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ 1.18%. 79-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ താപത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ സി ജൂളാണ് താഴെ പറയുന്നവയിൽ താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. 80-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എല്ലാ വസ്തുക്കളിലുമുള്ള ഊർജ രൂപം ഏത്? ഓപ്ഷൻ സി രാസോർജമാണ്. എല്ലാ വസ്തുക്കളിലുമുള്ള ഊർജ രൂപമാണ് രാസോർജം. 81-ാമത്തെ ക്വസ്റ്റ്യൻ.
ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി റോയാണ്. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോ. 82ാമത്തെ ക്വസ്റ്റ്യൻ. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ സി അനീമിയയാണ്. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. 83ാമത്തെ ക്വസ്റ്റ്യൻ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. 84ാമത്തെ ക്വസ്റ്റ്യൻ. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിപ്പിടിച്ച് നിർത്തുന്ന ബലമേതാണ്? ഓപ്ഷൻ ഡി അഡ്ഹീഷൻ ബലമാണ്. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിപ്പിടിച്ച് നിർത്തുന്ന ബലമാണ് അഡ്ഹീഷൻ ബലം. വിവിധ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷൻ ബലം. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമേത്? ഓപ്ഷൻ സി മെയ് 11 ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മെയ് 11. 86ാമത്തെ ക്വസ്റ്റ്യൻ. ഹിന്ദുക്കളുടെ ക്രിസ്തുമത പരിവർത്തനത്തെ ശക്തിയായി എതിർത്ത നവോത്ഥാന നായകനാര്? ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളാണ്. ഹിന്ദുക്കളുടെ ക്രിസ്തുമത പരിവർത്തനത്തെ ശക്തിയായി എതിർത്ത കേരള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. 87ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനമേത്? ഓപ്ഷൻ എ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനമാണ് കേരളം. 88ാമത്തെ ക്വസ്റ്റ്യൻ. ജനഗണമന ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ BN ധർ ആയിരുന്നു. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു BN ധർ. 89ാമത്തെ ക്വസ്റ്റ്യൻ. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ശരിയായ അകലം ഏത്? ഓപ്ഷൻ സി 25 സെൻറ്റിമീറ്റർ ആണ്. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ശരിയായ അകലമാണ് 25 സെൻറ്റിമീറ്റർ. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ സി TC യോഹന്നാൻ ആണ്. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് TC യോഹന്നാൻ. 91ാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ്, ഇങ്ങനെ പറഞ്ഞതാര്? ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേലാണ്. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ്, ഇങ്ങനെ പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവാര്? ഓപ്ഷൻ ബി രാജ രാമണ്ണയാണ്. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജ രാമണ്ണ. 93ാമത്തെ ക്വസ്റ്റ്യൻ. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ സി നാഫ്തലിനാണ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് നാഫ്തലിൻ. 94ാമത്തെ ക്വസ്റ്റ്യൻ. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷമേത്? ഓപ്ഷൻ ബി 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. 1723. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഷ്യയിലെ തന്നെ ആദ്യ ആണവ വൈദ്യുത ഉൽപാദന കേന്ദ്രം ട്രോംബെയിൽ സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ ബി 1956 ഏഷ്യയിലെ തന്നെ ആദ്യ ആണവ വൈദ്യുത ഉൽപാദന കേന്ദ്രം ട്രോംബെയിൽ സ്ഥാപിതമായ വർഷം 1956. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2005 ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമാണ് 2005. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ആദ്യമായി ഒരു അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്?
ഓപ്ഷൻ ഡി ശാസ്താംപാറയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് ശാസ്താംപാറയിൽ. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാക്രാപ്പാറ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ സി താപ്തി നദിയിലാണ്. ഗുജറാത്തിലാണ് കാക്രാപ്പാറ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് താപ്തി നദി. 99ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി ആലപ്പുഴ ജില്ലയിലാണ് ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻ ഡി 1972 മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ വർഷം 1972. ഓക്കെ ഫ്രണ്ട്സ്.